കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചതാണ് കുടുംബവാഴ്ചയ്ക്കെതിരെ ശശി തരൂർ എഴുതിയ ലേഖനം. അതുണ്ടാക്കാൻ പോകുന്ന പുകിൽ എന്താണ് എന്നതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. കോൺഗ്രസ് നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു തരത്തിലും അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നില്ല തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് ഈ നെഹ്റു മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ളവരെ കുടുംബവാഴ്ചയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നതായിരുന്നു. അത് നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ഈ കുടുംബവാഴ്ചയിലേക്ക് തള്ളിവിട്ടു എന്ന തരത്തിൽ ആരോപിക്കുന്നതായിരുന്നു ശശി തരൂരിൻ്റെ ഈ ലേഖനം. അതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. BJP ഇത് ആയുധമാക്കും എന്നത് നമ്മൾ ഇന്നലെ തന്നെ കരുതിയിരുന്നതാണ്. കൃത്യമായും ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP അത് ആയുധമാക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രൊജക്ട് സിൻഡിക്കേറ്റിലാണ് തരൂരിൻ്റെ ഈ ലേഖനം വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന തലക്കെട്ടിൽ ആണ് തരൂർ ഈ ലേഖനം എഴുതിയിരുന്നത്. നെഹ്റു കുടുംബത്തെ പരാമർശിച്ചുകൊണ്ട്, ഓരോരുത്തരെയും പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ ലേഖനം. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല എന്നതാണ് ഈ ലേഖനത്തിലൂടെ തരൂർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്നതായിരുന്നു തരൂരിന്റെ വിമർശനം. ഇതാണ് ഇപ്പോൾ BJP ആയുധമാക്കുന്നത്. അത് ഒരു ഹിന്ദി ഹൃദയഭൂമിയിലെ സാഹചര്യം മാത്രമല്ല എന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കശ്മീരിലും എല്ലായിടത്തും ഇത് തുടർന്നു വരുന്നു എന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ബീഹാറിൽ BJP ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണം രാഹുൽ ഗാന്ധിയെയും ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവാഴ്ചയെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ തരൂർ ഈ വിമർശനം ഉന്നയിച്ചത് എന്നതാണ്. അപ്പോൾ രാഹുലിനെയും തേജസ്വിയെയുമാണ് തരൂർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കുടുംബവാഴ്ചയാണ് തരൂർ, കോൺഗ്രസിനുള്ളിലെ അവരുടെ പ്രവർത്തക സമിതി അംഗമായ തരൂർ തുറന്ന് വിമർശിച്ചിരിക്കുന്നത് എന്ന ഒരു വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. BJP ഇത് വലിയ രീതിയിൽ അവിടെ പ്രചരണ വിഷയമാക്കുകയും ചെയ്യുന്നു. BJPയുടെ വക്താവ് ഷെഹ്സാദ് പൂനെവാലയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഷെഹ്സാദ് പൂനെവാല പറയുന്നു, ഈ എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത് തനിക്കറിയാം. താൻ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ വ്യക്തിയാണ് ഷെഹ്സാദ് പൂനെവാല. അപ്പോൾ തരൂരിന് ഇനിയുണ്ടാകാൻ പോകുന്ന ഭീഷണി എന്താണ് എന്ന കാര്യം കൂടി തനിക്കറിയാം. കാരണം ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നവർ അതിന് പ്രതികാരം ചെയ്യുന്നവരാണ്. അപ്പോൾ തരൂർ കുറച്ച് സൂക്ഷിക്കണം എന്ന ഒരു ഉപദേശം കൂടി പൂനെവാല നൽകുന്നുണ്ട്. എന്തായാലും തരൂർ BJPക്ക് കോൺഗ്രസിനെ അടിക്കാൻ ഒരായുധം കൊടുത്ത പോലെയായി ഇന്നലത്തെ ലേഖനം. അതാണ് BJP വക്താവിന്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. The very insightful piece of Dr. Shashi Tharoor, where he has explained in great detail how Indian politics has become like a family business. And he started his article by quoting Congress's first family, which has in a sense legitimized the idea that political position and power comes as a birthright. This kind of candidness against the Nepo kids, against the Namdars of Congress, the first family of Congress, which puts Parivar above performance, which puts dynasty above talent and merit, is a brave attempt by Dr. Tharoor. He would remember that 7-8 years ago even I had attempted this, and whatever happened with me, I hope it does not happen with Dr. Tharoor. Anyway, Dr. Tharoor has recently shown mirror to Nepo kid Nawab Zada Rahul Gandhi on Operation Sindoor also. After that they have sidelined him. This is intolerant mindset of Congress, because they put Parivar above Desh and above Dal. They put Parivar above performance and merit. So Dr. Tharoor has spoken a truth. It is an eternal truth that Congress is a first family bastion. It is a company of the first family. And I am just praying and hoping that there is no repercussions that Dr. Tharoor faces because of such truth spoken to the Nepo kid of politics, Mr. Rahul Gandhi, and also to the Nepo kid of Bihar, Mr. Tejaswi Yadav. അപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ തരൂരിനുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂനെവാല തരൂരിന് ഉപദേശങ്ങളൊക്കെ നൽകുന്നത്.
കോൺഗ്രസ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. എല്ലാവരും ഈ വിഷയമായി പ്രതികരിക്കുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത്. രാജ്യസഭാ MP പ്രമോദ് തിവാരിയും ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് അതിശക്തമായ ഭാഷയിൽ തരൂരിന്റെ ഈ ലേഖനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് ഈ പ്രമോദ് തിവാരി പറയുന്നു. അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ ത്യാഗം അത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ജീവത്യാഗം രാജ്യത്തിന് വേണ്ടിയായിരുന്നു. കുടുംബവാഴ്ച എന്ന് പറയുമ്പോൾ മറ്റേതൊരു കുടുംബമാണ് രാജ്യത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യമാണ് പ്രമോദ് തിവാരി ചോദിക്കുന്നത്. അപ്പോൾ ഗാന്ധി കുടുംബത്തെ രാജവംശം എന്ന് പറഞ്ഞ് ഈ രീതിയിൽ അപഹസിക്കുന്നതിന് എന്ത് ഉദ്ദേശമാണ് ഉള്ളതെന്ന് തരൂരിനോട് ചോദിക്കുന്നു. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു, ഇതൊരു വിലപേശൽ തന്ത്രമാണ്. തരൂരിനെതിരെ ഒരു രക്തസാക്ഷി പരിവേഷം വാങ്ങിച്ചുകൊണ്ട് പുറത്തു പോകാനുള്ള ശ്രമമാണ് തരൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തുന്നത്. അത് തരൂർ ഓരോ തവണയും ഇങ്ങനെ പരസ്യ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹം പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നു എന്നും അതിന് ഒരു നടപടിയെടുത്ത് ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി പുറത്തു പോകാനാണ് എന്നുമുള്ള തരത്തിലാണ് ചർച്ചകൾ രൂപപ്പെടുന്നത്. അതാണിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെതിരെ പറയുന്നത്. പുള്ളി ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നെഹ്റു കുടുംബം മാത്രമാണ്. സകല അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് ശശി തരൂർ. സകല ലക്ഷ്മണ രേഖകളും ലംഘിച്ചിരിക്കുകയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ വിളിപ്പാട് അകലെ വന്ന് നിൽക്കുമ്പോൾ, കേരളത്തിൽ മാത്രം ബീഹാറിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ഈ ബീഹാർ അടക്കം അതുപോലെ തന്നെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തരൂരിന്റെ ഈ ലേഖനം ബീഹാറിൽ വലിയ രീതിയിൽ BJP ആയുധമാക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പരസ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുകയാണ്. നേരത്തെയും തരൂരിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരുപാട് നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയെ തുറന്നെതിർത്തുകൊണ്ടുള്ള ഒരു ലേഖനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പല പരസ്യ പ്രതികരണങ്ങളും നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ കേന്ദ്ര സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ രംഗത്ത് വരുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ പരസ്യ പ്രതികരണങ്ങൾ പലപ്പോഴും തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പരാമർശങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ VD സതീശൻ ഉൾപ്പെടെ ഉള്ളവരോട് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ പോയത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ വലിയ പരാതി തരൂരിനെതിരെ ഹൈക്കമാൻഡിന് ലഭിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിനും ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു രക്തസാക്ഷി പരിവേഷം തരൂരിന് കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വളരെ കരുതിക്കുട്ടിയുള്ള നീക്കമാണ് ഇക്കാര്യത്തിൽ നേതൃത്വം സ്വീകരിക്കുന്നത്. തരൂർ എന്താണോ കുതിക്കുന്നത് അത് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം.